Hello dear students, welcome to another online class. We are discussing the third chapter of plus 1 accountancy and the name is recording of transactions first, and we are in the 14th session. നമ്മൾ പ്ലസ് 1 അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് എന്ന പാഠത്തിൻ്റെ 14ാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോഴുള്ളത്. ആൻഡ് ഇൻ ടുഡേ സെഷൻ വി ആർ ഡിസ്കസിങ് വൺ പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ജേണൽ എൻട്രി. ഇന്ന് നമ്മൾ ജേണൽ എൻട്രിയുടെ ഒരു 10 ട്രാൻസാക്ഷൻസ് എടുത്തുകൊണ്ട് എങ്ങനെ ജേണൽ എൻട്രി നടത്താം എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഓൾസോ എനേബിൾ ദ ബെൽ ബട്ടൺ സോ ദാറ്റ് യു വിൽ റിസീവ് നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ന്യൂ അപ്ഡേറ്റ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മളൊരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. ചോദ്യം വായിക്കുക. അനലൈസ് ആൻഡ് റെക്കോർഡ് ജേണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അജയ്. ഓൾസോ റൈറ്റ് ദ റീസൺ ഇൻ എ സെപ്പറേറ്റ് കോളം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അജയ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ്റെ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. അത് അനലൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ജേണൽ എൻട്രി നടത്തുക. സെക്കൻഡ് ലൈനിൽ കാണാം ഓൾസോ റൈറ്റ് ദ റീസൺ ഇൻ എ സെപ്പറേറ്റ് കോളം. അതായത് ഒരു സെപ്പറേറ്റ് കോളത്തിൽ ഇതിൻ്റെ റീസൺ കൂടെ എഴുതാൻ വേണ്ടി നിങ്ങളോട് പറയുന്നുണ്ട്. ഇത് ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇങ്ങനെ റീസണൊക്കെ പറയുന്നത്. ക്ലാസ്സിൽ ഇപ്പോൾ പ്രോബ്ലം തുടങ്ങുന്നതിന് മുമ്പേ ഈ റീസൺ എഴുതുക എന്നത് ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ജേണൽ. ജേണൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗമല്ല. നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലം ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റീസൺ തൊട്ടടുത്ത് ഒരു സെപ്പറേറ്റ് കോളത്തിൽ എഴുതുന്നു എന്ന് മാത്രം. സോ റിമെമ്പർ ദ ലാസ്റ്റ് കോളം ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ജേണൽ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ പ്രോബ്ലം. You just go through the transactions. On 1/1/2021, Ajay started business with cash 2,50,000. Transactions ഒന്ന് അനലൈസ് ചെയ്യുക. 1/1/2021 അജയ് 2,50,000 രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങി. 2nd January 2021 he bought furniture for 21,000. ജനുവരി 2-ാം തീയതി എന്ത് ചെയ്തു? 21,000 രൂപക്ക് ഫർണിച്ചർ വാങ്ങിച്ചു. നെക്സ്റ്റ് 4/1/2021 purchased goods from Anand Traders 2,850. ആനന്ദ് ട്രേഡേഴ്സിൽ നിന്നും 2,850 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. നെക്സ്റ്റ് 7/1/2021 ജനുവരി 7, 2021 ക്യാഷ് സെയിൽസ് 3,500, 3,500 രൂപയുടെ ക്യാഷ് സെയിൽസ്. നെക്സ്റ്റ് 14th January 2021 പെയ്ഡ് ഫോർ സ്റ്റേഷനറി 250. സ്റ്റേഷനറി എക്സ്പെൻസ് 250 രൂപ ചിലവായി. ഓക്കെ, നെക്സ്റ്റ് 19/1/2021 മനോഹർ റെമിറ്റഡ് 1,000 ഓൺ അക്കൗണ്ട്. മനോഹർ എന്ത് ചെയ്തു? നേരത്തെ 14-ാം തീയതിത്തെ ട്രാൻസാക്ഷൻ നോക്കുക. 14-ാം തീയതി 2,500 രൂപയുടെ സാധനം കടമായിട്ട് മനോഹറിന് വിറ്റിട്ടുണ്ട്. 19-ാം തീയതി എന്ത് ചെയ്തു? മനോഹർ നമുക്ക് 1,000 രൂപ തിരിച്ചു തന്നു. അതായത് 2,500 തരാനുണ്ടായിരുന്നു. ഹി റെമിറ്റഡ് 1,000 ഓൺ ഹിസ് അക്കൗണ്ട്. 1,000 രൂപ നമുക്ക് തന്നു. ഓക്കെ, നെക്സ്റ്റ് 21th January 2021 ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 150, 150 രൂപ ഇൻട്രസ്റ്റ് കിട്ടി, നമുക്ക് പലിശ കിട്ടി. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫോർ ദ ബിസിനസ് യൂണിറ്റ്. നെക്സ്റ്റ് 25th January 2021 പെയ്ഡ് റെന്റ് 5,000, 5,000 രൂപ വാടക അടച്ചു. നെക്സ്റ്റ് 29th January 2021 അജയ് ഹാസ് വിത്ഡ്രോൺ ക്യാഷ് 500 ഫോർ പേഴ്സണൽ യൂസ്. അജയ് എന്ത് ചെയ്തു? 500 രൂപ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും വിത്ഡ്രോ ചെയ്തു. നെക്സ്റ്റ് 13th January 2021 പെയ്ഡ് സാലറി 1,000 rupees, 1,000 രൂപ സാലറി കൊടുത്തു ഈ ബിസിനസ് യൂണിറ്റ്. ക്ലിയർ? ഇത്രയും ട്രാൻസാക്ഷൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലം ആരംഭിക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ പ്രോബ്ലത്തിൽ, ഇത് ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊന്നും ഈ ജേണൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഭാഗമല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ട്രാൻസാക്ഷനെയും എടുത്തുകൊണ്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് 2 ആസ്പെക്റ്റുകൾ എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ റൂൾ അപ്ലൈ ചെയ്തിട്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോബ്ലത്തിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ക്ലിയർ? അടുത്ത പോയിന്റ് ഓൺവേർഡ്സ് നമ്മൾ, അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലം ഓൺവേർഡ്സ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ക്ലാസ് ഒന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് എൻ്റർ ചെയ്യും. ക്ലിയർ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മുകളിൽ നോക്കുക. 1/1 ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്നത് ആ ട്രാൻസാക്ഷൻ ആണ്. 1/1/2021 അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 2,50,000. അജയ് എന്ത് ചെയ്തു? 2,50,000 രൂപ ഉപയോഗിച്ചിട്ട് ബിസിനസ് തുടങ്ങി. അപ്പോൾ
ഏതൊക്കെയാണ് ഇതിൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ട് ആർ ദ ടു ആസ്പെക്ട് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ? വാട്ട് ആർ ദ ടു ആസ്പെക്ട്സ്? അജയ്, സപ്പോസ് ഐ എം അജയ്, ഞാനാണ് അജയ് എന്ന് കരുതുക. ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിൽ 2500 രൂപയുണ്ട്. ഈ 2500 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ബിസിനസ് തുടങ്ങുന്നു. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ഏതാ? 2500 എന്ന ക്യാഷ്, 2500 ക്യാഷ്. Cash is an asset. Cash is an asset. Asset increases. Asset increases. Then what is the second element? Second element ഏതാണ്? Yes, my capital increases. ഞാൻ 2500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്യാപിറ്റലൂടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് എലമെൻ്റ് ഏതാണ്? ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസസ്. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ക്യാഷ് ആണ്. ദാറ്റ് ഈസ് അസെറ്റ്. അസെറ്റ് ഇൻക്രീസസ്, ക്യാഷ് ഇൻക്രീസസ്, അസെറ്റ് ഇൻക്രീസസ്. When asset increases, the rule is, what is the rule? Debit. When asset increases, debit. Asset വർദ്ധിക്കുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് സെക്കൻഡ് എലമെന്റ് നോക്കുക. സെക്കൻഡ് എലമെന്റ് ക്യാപിറ്റൽ. സെക്കൻഡ് എലമെന്റ് ഏതാണ്? ക്യാപിറ്റൽ ആണ്. ഇവിടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ ഇൻക്രീസസ്. ക്യാപിറ്റൽ ഇൻക്രീസസ്. വാട്ട് ഈസ് ദ റൂൾ വെൻ ക്യാപിറ്റൽ ഇൻക്രീസ്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്തുള്ള റൂൾ ഏതാ? പറയൂ. യെസ്, ക്രെഡിറ്റ് ആണ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യത്തെ ക്രെഡിറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി. നമുക്ക് നോക്കാം എന്തായിരിക്കും ജേണൽ എൻട്രി എന്ന് നോക്കാം. ഒന്ന് പറഞ്ഞേ, എന്താ ജേണൽ എൻട്രി? അപ്പോൾ ജേണൽ എങ്ങനെ വരക്കണം എന്നൊക്കെ കഴിഞ്ഞ ചാപ്റ്റർ ഇതിൽ പഠിച്ചു. ഞാൻ അതേ രീതിയിൽ തന്നെ ഇതിലൊന്നും ഫോളോ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എൻട്രി ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ വരച്ചുകൊണ്ടൊന്നല്ല, ഡയറക്റ്റ് എൻട്രി നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, LF കോളം, ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം. ഇത്രയേ ഉള്ളൂ ജേണലിൻ്റെ ഫോർമാറ്റ്. ഈ ലാസ്റ്റ് കോളം ഇതിൻ്റെ ഭാഗമല്ല. ഇതെന്താണ്? ഇത് നമ്മൾ റീസൺ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിന് മാത്രം എഴുതുന്നു. അപ്പോൾ എന്താ? ഡേറ്റ് കോളത്തിൽ 1/1/2021 എന്ന് എഴുതുക. പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്ത് ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഡെബിറ്റ് 2,50,000, ക്രെഡിറ്റ് 2,50,000. ഇവിടെ റീസൺ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് ക്യാഷ്? വൈ വി ഡെബിറ്റഡ് ക്യാഷ് അക്കൗണ്ട്? ബിക്കോസ് asset increases. Because asset increases. And why we credited capital account? Because the reason is capital increases. ഇത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. റീസൺ ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ജേണൽ. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ജേണൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ? ജസ്റ്റ് അനലൈസ് ദ സെക്കൻഡ് ട്രാൻസാക്ഷൻ. 2/1/2021 2021 ജാനുവരി 2. ബോട്ട് ഫർണിച്ചർ ഫോർ 21,000. 21,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ഫർണിച്ചർ വാങ്ങിച്ചു. 21,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ഫർണിച്ചർ വാങ്ങിച്ചു. ദ ഫസ്റ്റ് എലമെന്റ് ഈസ് ഫർണിച്ചർ. ഒന്നാമത്തെ എലമെന്റ് ഏതാണ്? ഫർണിച്ചർ. ഫർണിച്ചർ ഈസ് എൻ അസെറ്റ്. ഫർണിച്ചർ ഈസ് എൻ അസെറ്റ്. വാട്ട് ഹാപ്പൻസ് ടു അസെറ്റ്? ഇൻ ദിസ് കേസ് അസെറ്റ് ഇൻക്രീസസ്. ഈ കേസിൽ എന്ത് ചെയ്യുന്നു? അസെറ്റ് വർദ്ധിക്കുന്നു. വാട്ട് ഈസ് ദ റൂൾ വെൻ അസെറ്റ് ഇൻക്രീസ്? യെസ്, ഡെബിറ്റ്. വെൻ അസെറ്റ് ഇൻക്രീസ്, ഡെബിറ്റ്. വാട്ട് ഈസ് ദ സെക്കൻഡ് എലമെന്റ്? ആലോചിച്ച്. രണ്ടാമത്തെ എലമെന്റ് ഏതാ? യെസ്, ചില കുട്ടികൾക്കൊക്കെ കിട്ടി. സെക്കൻഡ് എലമെന്റ് ഈസ് ക്യാഷ്. രണ്ടാമത്തെ എലമെന്റ് ക്യാഷ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ പൈസ കൊടുക്കുന്നു. 21,000 രൂപ കൊടുത്തിട്ടാണ് ഫർണിച്ചർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഫർണിച്ചർ എന്ന അസെറ്റ് വർദ്ധിക്കുന്നു, ക്യാഷ് എന്ന അസെറ്റ് കുറയുന്നു. വാട്ട് ഈസ് ദ റൂൾ വെൻ അസെറ്റ് ഡിക്രീസ്? അസെറ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്തുള്ള റൂൾ ഏതാ? യെസ്, ക്രെഡിറ്റ് ആണ്. യെസ്, ക്രെഡിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കേസിൽ ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇൻ ദിസ് കേസ് ഫർണിച്ചർ അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ് ആൻഡ് ക്യാഷ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ്. സോ ദ ജേണൽ എൻട്രി വിൽ ബി ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക. ഡേറ്റ് 2/1/2021. പർട്ടിക്കുലേഴ്സിനകത്ത് എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. നറേഷൻ ഫർണിച്ചർ ബോട്ട് ഫോർ ക്യാഷ്. LF column just leave it blank. Debit amount 21,000, credit amount 21,000. The reason why we debited furniture is asset increase. The reason why we credited cash account is asset decrease. എന്തുകൊണ്ട് cash account ക്രെഡിറ്റ് ചെയ്തു, asset decrease ചെയ്യുന്നു. Clear? Next, purchased goods from Anand Traders 2,850. 2,850 രൂപയുടെ സാധനങ്ങൾ ആനന്ദ് ട്രേഡേഴ്സിൽ നിന്നും വാങ്ങിച്ചു. പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ് 2,850. മക്കളെ, ഈ ഒരു
ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഡ്യൂട്ടി ഒരു പർച്ചേസിന്റെ ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞു, whenever you receive a transaction related with purchase, your first duty is to identify whether that purchase is a cash purchase or credit purchase. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന ട്രാൻസാക്ഷനകത്തുള്ള പർച്ചേസ് ക്യാഷ് പർച്ചേസ് ആണോ അല്ല ക്രെഡിറ്റ് പർച്ചേസ് ആണോ എന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. നമുക്കറിയാം പർച്ചേസ് ഈസ് എൻ എക്സ്പെൻസ്. പർച്ചേസ്ഡ് ഗൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. നേരത്തെ കേസിൽ ബോട്ട് ഫർണിച്ചർ എന്നാണ് പറഞ്ഞത്, നമ്മൾ രണ്ടാമത്തെ കേസിൽ ബോട്ട് ഫർണിച്ചർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഫർണിച്ചർ ഈസ് നോട്ട് എൻ എക്സ്പെൻസ്, ഇറ്റ് ഈസ് എൻ അസെറ്റ്. ഫസ്റ്റ് തിങ് യു ഷുഡ് റിമെമ്പർ ടു എൻ്റർ ദ ട്രാൻസാക്ഷൻ purchase is purchase is an expense, not an asset. പർച്ചേസ് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്, ഒരു അസെറ്റ് അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാ പർച്ചേസിനെ നമ്മൾ പർച്ചേസ്ഡ് ഗൂഡ്സ് എന്ന് കാണുന്നുണ്ട്, ഇവിടെ പർച്ചേസ്ഡ് ഗൂഡ്സ് എന്ന് കാണുന്നുണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് ആലോചിച്ചേക്കാം, ഗൂഡ്സ് എന്ന് പറഞ്ഞാൽ അസെറ്റ് അല്ലേ? ഒന്നാമത്തെ ചാപ്റ്ററിൽ മാഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചേക്കാം. മക്കളെ, ഇവിടെ നമ്മൾ സാധനങ്ങൾ ഇപ്പൊ പർച്ചേസ്ഡ് ഗൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഞാനാണ് അജയ്, ഞാൻ എന്ത് ചെയ്യുന്നു? പർച്ചേസ്ഡ് ഗൂഡ്സ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ആയിരിക്കാം പർച്ചേസ് ചെയ്യുന്നത്. ഐ നീഡ് റോ മെറ്റീരിയൽ, എനിക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാ? അതിനെ ഫിനിഷ്ഡ് ഗൂഡ്സ് ആക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാനൊരു ബിസിനസ് മാൻ ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഞാൻ പറയില്ല, കുറെ തവണയെ പറയുന്നേ, പർച്ചേസ് ഈസ് എൻ എക്സ്പെൻസ്, ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എൻ അസെറ്റ്. ക്ലിയർ? അപ്പോൾ പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് സംശയം തോന്നിയേക്കാം, ഇത് ക്യാഷ് പർച്ചേസ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ? അതായത് ഫുൾ റൊക്കം ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിച്ചതാണോ അല്ല കടമായിട്ട് വാങ്ങിച്ചതാണോ എന്ന് ആലോചിച്ച് സംശയം തോന്നിയേക്കാം. ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ് എന്ന് മാത്രമാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ അത് ക്രെഡിറ്റ് പർച്ചേസ് ആണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. കാരണം ഇവിടെ പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. If it is cash purchase, definitely the sentence will include an element cash. Cash purchase ആണെങ്കിൽ അതിനകത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അതിനെ എന്തായിട്ട് അസ്യൂം ചെയ്യണം? ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് നിങ്ങൾ അതിനെ അസ്യൂം ചെയ്യണം. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. ഒരു ക്രെഡിറ്ററുടെ പേര്, ഇപ്പൊ ആനന്ദ് ട്രേഡേഴ്സ് നമ്മുടെ ക്രെഡിറ്ററാണ്. കാരണം എന്താണ്? ആനന്ദ് ട്രേഡേഴ്സ് ഗീവ്സ് അസ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ്. നമുക്ക് കടമായിട്ട് സാധനങ്ങൾ തരുന്ന ആളാണ് ആനന്ദ് ട്രേഡേഴ്സ്. അപ്പൊ ആനന്ദ് ട്രേഡേഴ്സ് നമുക്ക് ശരിക്കും ഒരു ലോൺ തരുന്നത് പോലെ സാധനങ്ങൾ നമുക്ക് കടമായിട്ട് തരുന്നു. അപ്പൊ ആനന്ദ് ട്രേഡേഴ്സ് നമ്മുടെ അജയ് എന്ന് പറയുന്ന എൻ്റെ ബിസിനസ് യൂണിറ്റിന്റെ സെൻട്രി ക്രെഡിറ്റർ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം. പർച്ചേസ്ഡ് ഗൂഡ്സ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് എലമെന്റ്? പർച്ചേസ്, ദാറ്റ് ഈസ് എക്സ്പെൻസ് ഇൻക്രീസ്. എക്സ്പെൻസ് increase. Purchase is an expense, expense increase. What is the rule when expense increase? When expense increase, debit. Yes, when expense increase, debit. Second element is Anand Traders. Second element is Anand Traders. He is a creditor. He is our creditor. അയാൾ നമ്മുടെ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി ആണ്. സെൻട്രി ക്രെഡിറ്റർ കറണ്ട് ലയബിലിറ്റി ആണ്. ഒരു വർഷത്തിനകം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ലയബിലിറ്റിയാണ് സെൻട്രി ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസസ്. വാട്ട് ഈസ് ദ റൂൾ വെൻ ലയബിലിറ്റി ഇൻക്രീസ്? യെസ്, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താ എൻട്രി എന്ന് നോക്കാം. ഇനി ഡെബിറ്റും LF കോളും ഒന്നും ഞാൻ പറയുന്നില്ല. സോറി, ഡേറ്റ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. ഡേറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. 4/1/2021 പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ്. ഡേറ്റ് എഴുതി. എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ആനന്ദ് ട്രേഡേഴ്സ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ആനന്ദ് ട്രേഡേഴ്സ് അക്കൗണ്ട് തന്നെ എഴുതാം. ആനന്ദ് ട്രേഡേഴ്സ് ബ്രാക്കറ്റിനകത്ത് നറേഷൻ പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ്, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് എഴുതിയാലും മതി. ഡെബിറ്റ് എമൗണ്ട് 2,850, ക്രെഡിറ്റ് എമൗണ്ട് 2,850. The reason why we debited purchase account is expense increases, and the reason why we credited Anand Traders is liability increases. Clear? Okay. Next one, cash sales 3,500. നാലാമത്തെ ട്രാൻസാക്ഷൻ, ക്യാഷ് സെയിൽസ് 2,500. 2,500 രൂപയുടെ സാധനങ്ങൾ ക്യാഷിന് വിറ്റു. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. ആനന്ദ് ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച കുറേ സാധനങ്ങളുണ്ട്. അത് നമ്മൾ ക്യാഷിന് വിൽക്കുന്നു. അപ്പോൾ എന്താ ഫസ്റ്റ് എലമെന്റ് ഏതാ? യെസ്,
cash increases. Cash increases. Sales. Cash increases എന്ന് പറഞ്ഞാൽ asset increases. അപ്പം ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. രണ്ടാമത്തെ എലമെന്റ് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഇൻകം ആണ്. ഇൻകം ഇൻക്രീസസ്. സോ ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ക്യാഷ് ആണ്. ദാറ്റ് ഈസ് അസറ്റ് ഇൻക്രീസസ്. സോ ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട്. The second element is sales. That is income increases. So credit sales account. So the entry will be 7/1/2021. Date എഴുതി. എൻട്രി ഇതാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. നറേഷൻ സോൾഡ് ഗൂഡ്സ് ഫോർ ക്യാഷ്. ഡെബിറ്റ് എമൗണ്ട് 3,500. ക്രെഡിറ്റ് എമൗണ്ട് സെയിൽസിന് നേരെ 3,500. The reason why we debited cash account is asset increases. The reason why we credited sales account is income increases. Next, അഞ്ചാമത്തെ transaction, sold goods on credit to Manohar. മനോഹർ എന്ന് പറയുന്ന ഒരാൾക്ക് സാധനങ്ങൾ കടമായിട്ട് വിറ്റു. സോൾഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനോഹർ. അപ്പോൾ ഇതും സെയിൽസ് തന്നെയാണ്. നേരത്തെ ഇപ്പം നാലാമത് ചെയ്തത് ക്യാഷ് സെയിൽസ് ആണ്. ഇത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഈ സെയിൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് വരേണ്ടത് സെയിൽസ് ഒരു ഇൻകം ആണ്. സെയിൽസ് നടക്കുന്ന സമയത്ത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. സോ ഡെഫിനറ്റ്ലി യു ഷുഡ് ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്താണ് സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അത് ക്യാഷ് സെയിൽ ആയാലും ശരി, ക്രെഡിറ്റ് സെയിൽ ആയാലും ശരി, whenever sale takes place in our business unit, our income increases. The rule applicable when income increases is credit. So in both the cases you should in both the cases means in credit sale and in cash sale credit goes to sales account. Clear? അപ്പോൾ ഇവിടെ എന്താണ്? ക്യാഷ് സെയിൽസ് അല്ല, ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഇവിടെ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? നേരത്തെ തന്നെ ക്യാഷ് സെയിൽസിന്റെ എൻട്രി ഏതായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ ക്യാഷ് കിട്ടുന്നുണ്ടോ? ഇല്ല. സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് പൈസ കിട്ടുന്നില്ല. പൈസ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് മനോഹരൻ തരും. മനോഹറിന് കടമായിട്ട് വിറ്റതാണ്. അപ്പൊ മനോഹർ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ഡെപ്റ്റർ ആണ്. നമുക്ക് പൈസ കടം തരാനുള്ള ആളാണ്. ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ആണ്. അപ്പം ഈ കേസിൽ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? മനോഹർ ആണ്. അതായത് സൺട്രി ഡെപ്റ്റർ ആണ്. അത് അസറ്റ് ആണ്. അസറ്റ് കൂടുന്നു. സൺട്രി ഡെപ്റ്റർ എന്ന് പറയുന്ന ഒരു അസറ്റ് വർദ്ധിക്കുന്നു. അപ്പം അസറ്റ് വർദ്ധിക്കുന്ന സമയത്തുള്ള റൂൾ എന്താ? when asset increase, debit. And the second element is sales. Sales increases. What is the rule? Sales is an income. Income increases. What is the rule when income increase? Credit. അപ്പം നമുക്ക് നോക്കാം. First element is Manohar, that is debtor, that is asset increases. So debit Manohar account. Second element is sales, that is income increases. So credit sales account. The entry will be Manohar account debtor to sales account. Date എഴുതുക 14/1/2021. Entry Manohar account debtor to sales account. Amount debit amount 2,500. Credit amount 2,500. മനോഹർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഏത് അസറ്റ്? സൺട്രി ഡെപ്റ്റർ എന്ന അസറ്റ് വർദ്ധിക്കുന്നു. സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം ഇൻകം വർദ്ധിക്കുന്നു. സെയിൽസ് എന്ന ഇൻകം വർദ്ധിക്കുന്നു. നറേഷൻ സോൾഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനോഹർ. ക്ലിയർ? നെക്സ്റ്റ് നമ്പർ 6, 17/1/2021. പെയ്ഡ് ഫോർ സ്റ്റേഷനറി 250. 250 രൂപ സ്റ്റേഷനറി എക്സ്പെൻസ് നമ്മൾ അടച്ചു. Stationery expense. The first element is expense. Stationery expense. വർദ്ധിക്കുന്നു. Expense increases. When expense increase, debit. Next, what is the second element? Stationery expense 250 രൂപ. ഒന്നാമത് എക്സ്പെൻസ് വർദ്ധിച്ചു. രണ്ടാമത് 250 രൂപ ക്യാഷ് കൊടുക്കണം. 250 രൂപ നമ്മുടെ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് വരുന്ന സമയത്ത് ക്യാഷ് കുറയും. Cash decreases. That is asset decreases. When asset decrease, credit. So the entry will be stationery expense account debtor to
cash account. Stationery expense. Expense complete type ചെയ്തിട്ടില്ല, നിങ്ങൾ എഴുതുന്ന സമയത്ത് കറക്റ്റ് എഴുതുക. Stationery expense account debit to cash account. Date എഴുതി. Narration paid for being stationery expense paid എന്നോ അല്ലെങ്കിൽ paid for stationery എന്ന് സിമ്പിൾ ആയിട്ട് എഴുതിയാലും മതി. Amount 250. Credit amount 250. Stationery expense debit ചെയ്യാനുള്ള reason expense increases. Cash account നെ credit ചെയ്യാനുള്ള reason asset increases. Asset increases. Clear. Next number 7. ഏഴാമത്തെ transaction നോക്കുക. 19/1/2021. Manohar remitted 1000 on account. Manohar remitted 1000 on account. നേരത്തെ ഓർമ്മയില്ലേ, ക്രെഡിറ്റ് സെയിൽസ് ടു മനോഹർ 2500 എന്ന് എഴുതിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ 2500 രൂപ മനോഹരൻ നമുക്ക് തരാനുണ്ട്. 1000 രൂപ തന്നു. 1000 രൂപ തന്നു. 1000 രൂപ മനോഹരൻ തരുന്ന സമയത്ത് 1000 രൂപ ക്യാഷ് വർദ്ധിക്കുന്നു. 1000 രൂപ ക്യാഷ് വർദ്ധിക്കുന്നു. സോ ദ ഫസ്റ്റ് എലമെന്റ് ഈസ് ക്യാഷ്. ദാറ്റ് ഈസ് അസറ്റ് ഇൻക്രീസസ്. Asset increases. When asset increase, debit. When asset increase, debit. What is the second element? Aloche. What is the second element? Alochika. Yes. The second element is Manohar itself. രണ്ടാമത്തെ element മനോഹർ തന്നെയാണ്. മനോഹരൻ ആരാ? നമ്മുടെ ഡെപ്റ്റർ ആണ്. നമുക്ക് പൈസ തരാനുള്ള ആളാണ്. അയാൾ നമുക്ക് പൈസ തരുന്നു. അയാൾ ഒരു അസറ്റ് ആയിരുന്നു. ഡെപ്റ്റർ എന്ന അസറ്റ് ആയിരുന്നു. Remit 1000 on account. Sundry debtor asset increases by 1000 rupees. 1000 രൂപ ഡെപ്റ്റർ കുറയുന്നു. സെൻട്രി ഡെപ്റ്റർ എന്ന അസറ്റ് കുറയുന്നു. സെക്കൻഡ് എലമെന്റ് ഈസ് മനോഹർ ഡെപ്റ്റർ, ദാറ്റ് ഈസ് അസറ്റ് ഡിക്രീസസ്. അസറ്റ് ഡിക്രീസസ്. വെൻ അസറ്റ് ഡിക്രീസ്, ക്രെഡിറ്റ്. വെൻ അസറ്റ് ഡിക്രീസ്, ക്രെഡിറ്റ്. സോ ദ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു മനോഹർ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു മനോഹർ അക്കൗണ്ട്. ഡേറ്റ് എഴുതുക. എൻട്രി എഴുതി ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു മനോഹർ അക്കൗണ്ട്. ബ്രാക്കറ്റിനകത്ത് നറേഷൻ റിസീവ്ഡ് ക്യാഷ് ഫ്രം മനോഹർ. Debit amount 1000 rupees, credit amount to Manohar 1000 rupees. The reason for debiting cash account is asset increase. The reason for crediting Manohar account is asset decrease. Which asset decrease? Sundry debtor asset decreases. Okay. Next, 8th one. Interest received on investment 150. Interest received on investment 150. 150 രൂപ ഇൻട്രസ്റ്റ് കിട്ടി, പലിശ കിട്ടി. നമ്മളെ കയ്യിൽ പണ്ട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞാൻ അജയ്യല്ലേ, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞാനത് എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡെപ്പോസിറ്റിന് അതെൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നിക്ഷേപമാണ്. അതിൽ എനിക്കൊരു 150 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, എൻ്റെ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. വെൻ ഇൻട്രസ്റ്റ് റിസീവ്സ്, what is the first element? Cash. നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്, പലിശ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ക്യാഷ് വർദ്ധിക്കുന്നു. ക്യാഷ് ഇൻക്രീസസ്. ദാറ്റ് ഈസ് അസറ്റ് ഇൻക്രീസസ്. വാട്ട് ഈസ് ദ റൂൾ വെൻ അസറ്റ് ഇൻക്രീസ്? ഡെബിറ്റ്. വെൻ അസറ്റ് ഇൻക്രീസ്, ഡെബിറ്റ്. സോ ഡെബിറ്റ് വിൽ ഗോസ് ടു ക്യാഷ് അക്കൗണ്ട്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി ഏതാ രണ്ടാമത്തെ എലമെന്റ്? ഇൻട്രസ്റ്റ് ആണ്. രണ്ടാമത്തെ എലമെന്റ് ഇവിടെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. വി റിസീവ് സം ഇൻട്രസ്റ്റ്. സോ വെനെവർ വി റിസീവ് സം ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് അവർ ഇൻകം. നമുക്ക് കുറച്ച് പലിശ കിട്ടുന്ന സമയത്ത് അത് നമ്മുടെ വരുമാനമാണ്. ദാറ്റ് ഈസ് നോട്ട് അവർ എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പലിശ, നമ്മൾ ബാങ്കിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് റിസീവബിൾ ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. വെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, when a transaction consists of the term interest received, that means our income increases in the form of interest. So second element is interest received, that is income increases. When income increases, credit. So the entry will be cash account debted to interest receivable account എന്നോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ ഇൻട്രസ്റ്റ് പെയ്ഡും റിസീവ്ഡ് ഇല്ലാത്തത് കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇൻട്രസ്റ്റ് പെയ്ഡും ഇൻട്രസ്റ്റ് റിസീവ്ഡും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് പേയബിൾ എന്നും ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നും കൃത്യമായിട്ട് എഴുതണം. ഓക്കെ. അപ്പോൾ ഡേറ്റ് 21/1/2021. എൻട്രി cash account debted to interest account. Cash account debted to interest account. Debit amount 150, credit amount 150.
The reason for debiting cash account is asset increases. The reason for crediting interest account is income increases. Income increases. Write the narration also. Interest received on investment. Interest received on investment. Clear. Next, ninth one. Paid rent. Paid rent 5,500. Paid rent. Expense. No doubt. വളരെ എളുപ്പമാണ്. എക്സ്പെൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എക്സ്പെൻസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ആ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. വളരെ എളുപ്പത്തിൽ എക്സ്പെൻസ് നമുക്ക് ഒരിക്കലും തെറ്റില്ല. ഇത് ഈ കാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ഒക്കെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വരുന്നത്. എക്സ്പെൻസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റാൻ പാടില്ല മക്കളെ. അപ്പോൾ പെയ്ഡ് റെന്റ് നമ്മൾ വാടക കൊടുക്കുന്നു. ദ ഫസ്റ്റ് എലമെന്റ് ഈസ് റെന്റ്. റെന്റ് എക്സ്പെൻസ്. റെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസസ്. When expense increase, debit. When expense increase, debit. The second element is cash. പൈസ കൊടുക്കണം 5500 രൂപ. ക്യാഷ് അസറ്റ് ആണ്. ക്യാഷ് അസറ്റ് കുറയും. When asset decreases, credit. When asset decreases, credit. So the entry will be rent account debted to cash account. Rent account debted to cash account. Date എഴുതി 25 entry rent account debted to cash account. Narration being rent paid. Debit amount 5500, credit amount 5500. The reason for debiting rent account is expense increases. The reason for crediting cash account is asset decreases. Asset decreases. Okay. Next, 29/1/2021. 29/1/2021. Ajay has withdrawn cash 500 for personal use. Ajay എന്ത് ചെയ്തു? അത് അജയ് അവിടെ കുത്തിയിരിക്കുന്നുണ്ട് കണ്ടോ. അജയ് എന്ത് ചെയ്തു? 500 രൂപ പർപ്പസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തു. 500 രൂപ അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്തു. When an amount is withdrawn or when sometimes Ajay can withdraw goods also. അത് അടുത്ത ചോദ്യത്തിൽ നമ്മൾ പഠിക്കും. പൈസ മാത്രമല്ല സാധനങ്ങളും വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ 500 രൂപ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അജയ്. അപ്പോൾ 500 രൂപ അജയ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അതിനെ നിർബന്ധമായിട്ടും ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. നമ്മുടെ എൻറ്റിറ്റി ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് വേറെ ബിസിനസ്മാൻ വേറെ. ബിസിനസ് ഷുഡ് ബി സെപ്പറേറ്റഡ് എൻറ്റയർലി ഫ്രം ദ ബിസിനസ് മാൻ. സോ ദ ട്രാൻസാക്ഷൻ between the businessman and the business unit must be considered as a separate business transaction. അപ്പോൾ ഇവിടെ 500 രൂപ ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്തതുകൊണ്ട് അതിനൊരു ട്രാൻസാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഒരു കാര്യം മനസ്സിലാക്കുക കുട്ടികളെ, ഇവിടെ when the owner withdraws money for his personal use, it must be adjusted by starting a account known as drawings account. എപ്പോഴാണോ ഒരു കച്ചവടക്കാരൻ അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് പണം വിഡ്രോ ചെയ്യുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ എമൗണ്ടിനെ ഒരു ടെമ്പററി ഡ്രോയിങ്സ് എന്ന് പറയുന്ന വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. ഫസ്റ്റ് എലമെന്റ് ഈസ് ഡ്രോയിങ്സ്. ആദ്യത്തെ എലമെന്റ് ഡ്രോയിങ്സ് ആണ്. അതായത് 500 രൂപ വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് ക്യാപിറ്റൽ കുറയുന്നു. 500 രൂപ ക്യാപിറ്റൽ കുറയും. 500 രൂപ ക്യാപിറ്റൽ കുറയും. ദ സെക്കൻഡ് എലമെന്റ്, സോ വെൻ ക്യാപിറ്റൽ ഡിക്രീസസ് ഡെബിറ്റ്. വെൻ ക്യാപിറ്റൽ ഡിക്രീസസ് ഡെബിറ്റ്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. ദ സെക്കൻഡ് എലമെന്റ് ഈസ് ക്യാഷ്. 500 രൂപ ക്യാഷും കുറയും. 500 രൂപ ക്യാഷും കുറയും. ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് ഡിക്രീസസ്. വെൻ അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ്. വെൻ അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ്. സോ ദ എൻട്രി വിൽ ബി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ദ എൻട്രി വിൽ ബി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ എങ്ങനെ ഡേറ്റ് എഴുതി പർട്ടിക്കുലേഴ്സിനകത്ത് എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. നറേഷൻ ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. ഡെബിറ്റ് എമൗണ്ട് 500, ക്രെഡിറ്റ് എമൗണ്ട് ക്യാഷ് അക്കൗണ്ടിന് നേരെ 500. The reason for debiting drawings account is capital decreases and the reason for crediting cash account is asset decreases. Clear? Next one, paid salary 1000 rupees. Paid salary 1000 rupees. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു റെന്റിന്റെ കേസും സ്റ്റേഷനറി എക്സ്പെൻസിന്റെ കേസൊക്കെ. ഇതൊക്കെ എക്സ്പെൻസുകളാണ്. ശമ്പളം കൊടുത്തു 1000 രൂപ. സാലറി, the first element is salary. It is an expense. Expense increases by 1000 rupees. When expense increase, debit. So here debit goes to salary account. ഇവിടെ ഡെബിറ്റ് പോകുന്നത് സാലറി അക്കൗണ്ടിനാണ്. ഇനി 1000 രൂപ ശമ്പളം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ 1000 രൂപ ക്യാഷ് കുറയും. ക്യാഷ് ഡിക്രീസസ്. When cash decreases, the rule applicable. When cash decreases means asset decreases. When asset decreases, credit. So let's evaluate the transaction. First element is salary.
that is expense increases. Expense increases. When expense increase, the rule is debit. Second element, cash, that is asset, that is cash decreases or asset decreases. When asset decreases, the rule is credit. The rule is credit. So the entry will be salary account debted to cash account. Salary account debted to cash account. First write the date. Next entry, salary account debted to cash account. Narration being salary paid. LF column, just leave it blank. Debit 1000 rupees, credit 1000 rupees. The reason for debiting salary account is expense increases, and the reason for crediting cash account is asset decreases. Asset decreases. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം, ഒന്നാമത്തെ പ്രോബ്ലം ഇവിടെ സ്റ്റോപ്പ് കഴിഞ്ഞു. ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നമ്മുടെ ജേർണൽ എൻട്രിയുടെ 10 ട്രാൻസാക്ഷൻസ് വെച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റൻ ആണ്. 2, 3, 4, 5 തവണ മനസ്സിലാകുന്നത് വരെ ഈ ക്ലാസ് കാണുക. ഇനി അടുത്ത ക്ലാസ്സുകൾ അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലം മുതൽ ഈ രീതിയിൽ 2 ആസ്പെക്റ്റുകളൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നും ചെയ്യില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മളങ്ങ് പ്രോബ്ലം ചെയ്യും. ക്ലിയർ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.